ദൈവത്തെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളുടെ സ്വന്തം പിതാവിനെ പോലെയാണ്. ദൈവത്തിന്റെ അടുത്ത് പോയി നിങ്ങൾക്ക് എന്ത് കാര്യവും പറയാം. ദൈവം നിങ്ങളുടെ പാപം ക്ഷമിക്കുന്നവനാണ്. ദൈവം പ്രതികാരം ചെയ്യുന്നവനല്ല. ഇതെല്ലാമാണ് യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. അത് യേശുക്രിസ്തു ഈ ഉപമയിലും പറയുകയാണ്, സ്നേഹനിധിയായ ദൈവം തന്റെ മക്കളായ മനുഷ്യരുടെ പ്രാർത്ഥന കേൾക്കാനായിട്ട് കാലവിളംബം വരുത്തുമോ? എങ്കിലും നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് കൂടെ യേശുക്രിസ്തു പറയാൻ വേണ്ടിയാണ് ഈ കഥ പറഞ്ഞത്, ഉപമ പറഞ്ഞത്. നാം ഭഗ്നാശരാകരുത്. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, എന്തുകൊണ്ടാണ് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഞാൻ ഇത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എന്റെ അയൽക്കാരന് ഒരു ധ്യാനം കൂടിയപ്പോൾ തന്നെ അവന്റെ എല്ലാ കടവും മാറി, അവന്റെ എല്ലാ പ്രശ്നവും മാറി. ഞാൻ 10 ധ്യാനം കൂടിയിട്ട് എന്റെ കടം മാറിയിട്ടില്ലല്ലോ, എന്റെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ലല്ലോ, എങ്ങനെയൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ഒരുപക്ഷെ ദൈവം അവർക്ക് ഈ ധ്യാനങ്ങളിലൂടെയൊക്കെ വേറെ ചില കാര്യങ്ങൾ, അവരുടെ സ്വഭാവ നവീകരണമോ വേറെ ചില കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം. നമുക്ക് ഒരാളെ വേറൊരാളുമായിട്ട് താരതമ്യപ്പെടുത്താനായിട്ട് പറ്റുകയില്ല. ഏതായാലും യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ നല്ലവരാണ്.